ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ട്. വളരെയധികം ന്യൂട്രീഷണൽ ബെനിഫിറ്റ് ഉള്ള ഈ ഒരു ബിസ്ക്കറ്റ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സും ചേർത്ത് ഷുഗർ ഒട്ടും തന്നെ ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ചധികം ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എന്തായാലും ഒരു ലോങ് വീഡിയോ തന്നെ കിടന്നോട്ടെ അല്ലേ. എന്തായാലും ഈ ഒരു ബിസ്ക്കറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ ഗോതമ്പ് പൊടി ഈ ഒരു കപ്പിൽ ഏകദേശം ഫുള്ളായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. പൊടി നന്നായി ചൂടാകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു പരുവം വരെ നമ്മളിതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. പിന്നീട് അത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കപ്പ് കപ്പലണ്ടി പീനട്ട് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അത് ഈ ഒരു പരുവം വരെ ആവണം. നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റണം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കാടമം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് ചൂടാറിയ ശേഷം ഈ അധികം വല്ലാണ്ട് പൊടിയാവരുത്, പൗഡറി ആവരുത്, ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സീഡ്സാണ് ചൂടാക്കിയെടുക്കേണ്ടത്. ഇത് സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ചിയ സീഡ്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും കൂടി ഇതാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഞാനിതൊരു പാക്കറ്റ് ഇതിൻ്റെ മിക്സ്ഡ് സീഡ്സ് ആയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ചൂടാക്കി അതും ഇതുപോലെ തന്നെ കുറച്ചിങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കാഷ്നട്ടും ആൽമണ്ടും ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു നേരത്തെ എടുത്ത സെയിം കപ്പിൽ തന്നെ ഹാഫ് കപ്പ് അത്രയും ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചൂടാക്കി പൊടിച്ചെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഗോതമ്പ് പൊടി അടക്കം ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് അതുപോലെ സ്വീറ്റ്നെസ്സിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് 2 ഇൻഗ്രീഡിയൻസാണ്. ഒന്ന് ഡേറ്റ്സ്. ഇത് ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അരമണിക്കൂറോ 1 മണിക്കൂറോ കുതിർക്കുക. നന്നായിട്ട് കുതിർന്ന് വരുന്ന പരുവം ആവണം. ഇനി അതിൻ്റെ സീഡൊന്നും ഇല്ലാത്ത ഡേറ്റ്സ് ആയിരുന്നു ഞാൻ എടുത്തത്. അത് ചേർത്തിട്ടുണ്ട്. അതിലേക്കൊപ്പം തന്നെ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് സോൾട്ടഡ് ബട്ടറാണ്. നമ്മൾ ഈ ഒരു അൺസോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് സോൾട്ട് എക്സ്ട്രാ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ, നമ്മളുടെ ഈ ഒരു മിക്സിലേക്ക്. പിന്നെ നമുക്ക് പാല് വേണം. പാലിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു 3 ടേബിൾ സ്പൂണാണ്. പക്ഷെ അത് പോരായിരുന്നു, കുറച്ചും കൂടി വേണമായിരുന്നു. ഇനി മധുരത്തിന് വേണ്ടി കുറച്ചും കൂടി ഞാൻ ജാഗരി പൗഡർ ഉണ്ടല്ലോ, ശർക്കര പൊടിച്ചത്, അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശർക്കര പൊടിയായിട്ട് ഞാൻ വാങ്ങിയതാണ്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ പിന്നെയാണ് പാലൊഴിച്ച് ഇത് മിക്സ് ആക്കിയത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഈ ഒരു പാലുകൊണ്ട് മാത്രം ഇത് ശരിക്കും കുഴയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പാല് ചൂടാക്കിയിട്ട് എന്നിട്ട് പിന്നെ ചൂടാറിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും കുഴച്ച് നമുക്ക് ഇങ്ങനെ ആ ഉരുളയാക്കാൻ പരുവുണ്ടല്ലോ, അങ്ങനെ കിട്ടണം. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്ത് പിന്നെയാണ് ഞാൻ ഇതുപോലെ ഉരുളയാക്കി കൊടുത്തത്. പാലധികം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ്സ് കുതിർത്ത് ചേർത്താൽ മതി. അല്ലെങ്കിൽ ജാഗരി ഉണ്ടല്ലോ, അത് നന്നായിട്ട് സിറപ്പ് ഫോമിലാക്കിയിട്ട് അത് ചേർത്താലും മതി. എന്നിട്ട് നമ്മൾ ഉരുട്ടി അത് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റൗണ്ടോ അല്ലെങ്കിൽ എങ്ങനെയോ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഉരുണ്ടിട്ടാണ് ഇരിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആകുമ്പോൾ ഇത്തിരി വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ പരത്തി ഞാൻ ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലാക്കാം, അല്ലെങ്കിൽ ഞാൻ സാധാ കേക്കൊക്കെ ഉണ്ടാക്കണ പോലെ ഓവൻ സെറ്റപ്പ് അങ്ങനെ ആക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഈ ഒരു പാനിലേക്ക് കുറച്ച് ഉപ്പ് അടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റിലേക്ക് ബിസ്ക്കറ്റ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റ് കൊണ്ട് ഒരു ഭാഗം വെന്ത് കിട്ടി. പിന്നെ ഞാൻ വീണ്ടും അത് തിരിച്ചിട്ടിട്ട് പിന്നെയും അത് അടച്ചു വെച്ചു കേട്ടോ. പിന്നെ അടച്ചു വെച്ചപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചത്. അത് നമ്മൾ ലോ ഫ്ലെയിമിലിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിക്കാൻ. ഹൈ ഫ്ലെയിമും ആവരുത്. ഈ ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് വെറും സ്നാക്കായിട്ട് നമ്മൾ കണക്കൂട്ടരുത്. ഇത് ശരിക്കും ഫൈബർ, പ്രോട്ടീൻ, ഗുഡ് ഫാറ്റ്, അതുപോലെ നാച്ചുറൽ സ്വീറ്റനർ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുൾ പാക്കേജ് എന്ന് തന്നെ പറയാം. ഇത് പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഈവൻ ഡയബറ്റീസ് പേഷ്യൻറ്റിന് വരെ ഇത് കഴിക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂട്രീഷണൽ പവർ ഹൗസ് തന്നെയാണ് ഈ ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും ഇമ്മ്യൂണിറ്റിയും എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്യാനും വെയിറ്റ് മാനേജ്മെൻറ്റിനും ഡൈജഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള മലയാളത്തിലുള്ള കൂടുതൽ ഹെൽത്തി റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.